നമ്മുടെ കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിനായി മറ്റു നാടുകളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവർ സുരക്ഷിതരായിരിക്കുമെന്നാണ് എല്ലാ മാതാപിതാക്കളുടെയും വിശ്വാസം. എന്നാൽ അച്ഛനമ്മമാരുടെ ഈ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുന്ന മക്കളുണ്ട്. വീട്ടുകാരറിയാതെ സുഹൃത്തുക്കൾക്കും കാമുകനുമൊപ്പം ചുറ്റിക്കറങ്ങാൻ പോകുന്നവർ. എന്നാൽ കൗമാരപ്രായത്തിലെ പ്രണയബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് നിങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? മംഗളൂരുവിൽ ബി.ഫാമിന് പഠിക്കുന്ന കോഴിക്കോട് അത്തോളി സ്വദേശിനിയായ ആയിഷ ഓണാവധിക്ക് കോളേജിൽ നിന്നും നാട്ടിലേക്ക് തിരിച്ചതാണ്. എന്നാൽ വീട്ടിലെത്താതെ അവൾ പോയത് കാമുകൻ്റെ ഫ്ലാറ്റിലേക്ക്. പിന്നീട് ബന്ധുക്കൾ കേട്ടത് ആയിഷയുടെ മരണവാർത്ത. എന്തായിരിക്കും ആ പെൺകുട്ടിക്ക് സംഭവിച്ചത്? ഇതോടൊപ്പം ഷാർജയിലെ ഫ്ലാറ്റിൽ യുവതി ജീവനൊടുക്കിയ കേസിൽ 1 മാസം കഴിഞ്ഞിട്ടും പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പഠനത്തിൽ മിടുക്കിയായ പെൺകുട്ടി, വീട്ടുകാരും കൂട്ടുകാരുമായി നല്ല ബന്ധം. എന്നാൽ ജിം ട്രെയിനറായ ബഷീറുദ്ദീനുമായി പ്രണയം തുടങ്ങിയതോടെ ആയിഷ എല്ലാവരിൽ നിന്നും അല്പം ഉൾവലിഞ്ഞു. പിന്നീട് ബഷീറായിരുന്നു അവളുടെ ലോകം. മംഗളൂരുവിൽ ബി.ഫാമിന് ചേർന്ന ശേഷവും സുഹൃത്തിനെ കാണാൻ ആയിഷ നാട്ടിലെത്തും. കഴിഞ്ഞ ദിവസം ഓണാവധിക്കായി മംഗളൂരുവിൽ നിന്നും കോഴിക്കോട്ടേക്ക് തിരിച്ച പെൺകുട്ടി നേരെ പോയത് ബഷീറുദ്ദീനെ കാണാനാണ്. പിന്നീട് എന്താകും അവൾക്ക് സംഭവിച്ചത്? എരഞ്ഞിപ്പാലത്ത് സുഹൃത്തിൻ്റെ വീട്ടിൽ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. കാമുകൻ ബഷീറുദ്ദീനാണ് മരണത്തിന് പിന്നിലെന്നും ഇയാൾ യുവതിയെ മർദ്ദിച്ചിരുന്നതായും ബന്ധുക്കൾ പറയുന്നു. ആയിഷയെ യുവാവ് ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നതായും ആരോപണമുണ്ട്. വലിയ മനക്കരുത്തുള്ള ആയിഷ വെറും നിസ്സാര പ്രശ്നത്തിന് ആത്മഹത്യ ചെയ്യില്ല എന്നാണ് കുടുംബം പറയുന്നത്. അത്തോളി സ്വദേശിനി ആയിഷ റാഷയെ ആൺസുഹൃത്ത് ബഷീറുദ്ദീൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. യുവതി സ്വയം ജീവനൊടുക്കുകയായിരുന്നുവെന്നാണ് ഇയാൾ ആശുപത്രിയിൽ അറിയിച്ചത്. ആശുപത്രി അധികൃതർ അറിയിച്ചത് പ്രകാരം പോലീസ് എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. എരഞ്ഞിപ്പാലത്തെ ബഷീറുദ്ദീന്റെ വാടക വീട്ടിലായിരുന്നു സംഭവം. മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിയായ യുവതി 4 ദിവസം മുമ്പ് കോഴിക്കോട്ടെത്തിയെങ്കിലും വീട്ടിലോട്ട് പോകാതെ ബഷീറുദ്ദീനൊപ്പം കഴിയുകയായിരുന്നു. ഇരുവരും 2 വർഷത്തിലധികമായി അടുപ്പത്തിലുമായിരുന്നു. യുവതിയുടേത് ആത്മഹത്യയല്ല, കൊലപാതകമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ബഷീറുദ്ദീൻ യുവതിയെ നിരന്തരം മർദ്ദിക്കുകയും ബ്ലാക്ക്മെയിൽ ചെയ്തതായും ബന്ധുക്കൾ പറയുന്നു. പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ലെന്നും കുടുംബം പറഞ്ഞു. ഒരാള് മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് മരിക്കേണ്ട ആവശ്യമില്ലല്ലോ. മരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ മരിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് ഞാൻ അവളെ ഫ്രണ്ട്സിനെ കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവന് ഒരുപാട് അവളെ മർദ്ദിച്ചിട്ടുണ്ട്. അടിക്കുകയും പല കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവളെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടത്. വളരെ സമയമായിട്ടും എല്ലാവരോടും ഒരേ രീതിയിൽ സംസാരിക്കുന്ന ഒരു കുട്ടിയാണ്. അതിനുള്ള ധൈര്യം ഉണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇത് ഒരു ബ്ലാക്ക് മെയിലിൻ്റെ ആയിരിക്കണം ഇതിൻ്റെ പരിണത ഫലം. ഇവർ ആദ്യം ലവറായിട്ട് നടിച്ച് പിന്നീട് കുറച്ചു കാലം ഇങ്ങനെ പോയപ്പം ഇവളെന്തെങ്കിലും ഇങ്ങനെ ആവശ്യപ്പെട്ട് ഇവൻ വിളിച്ചു വരുത്തുന്നതാണ്. എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ട് വിളിച്ചു വരുത്തിയിട്ടായിരിക്കണം ഈ കുട്ടി വീട്ടുകാരറിയാതെ പോലും ഇവിടെ ഇങ്ങനെ മംഗലാപുരത്ത് പഠിക്കുന്ന ഈ കുട്ടി ഈ കോഴിക്കോട് വന്ന് ഇവൻ്റെ ഭീഷണിക്ക് വഴങ്ങിയിട്ട് നിൽക്കണമെങ്കിൽ അത്രയും ഭീഷണി ഇവൻ എന്തെങ്കിലും കാണിച്ച് ഫോട്ടോ കാണിച്ചോ എന്തെങ്കിലും മോർഫ് ചെയ്ത ഫോട്ടോ ഇപ്പോൾ സുലഭമാണെന്നല്ലോ, അതൊക്കെ കാണിച്ച് ഈ കുട്ടിക്ക് നിഷ്കളങ്കയായ ഒരു കുട്ടിയാണ്. ബഷീറുദ്ദീൻ നടക്കാവ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ താൻ പോകുന്നതിനെ യുവതി എതിർത്തിരുന്നു. എതിർപ്പ് അവഗണിച്ച് പോയ ശേഷം മടങ്ങിയെത്തിയപ്പോൾ ആയിഷയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് ഇയാളുടെ മൊഴി. ന്യൂസ് 18 കോഴിക്കോട്. ഭർത്താവിൻ്റെ അമിത മദ്യപാനവും സ്വഭാവ ദൂഷ്യവും അതുല്യയെ മാനസികമായി തളർത്തിയതാണ്. മറ്റു സ്ത്രീകളുമായുള്ള അയാളുടെ വഴിവിട്ട ബന്ധങ്ങളെ ചോദ്യം ചെയ്തപ്പോൾ ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നു. എന്നാൽ അച്ഛനും അമ്മയും വിഷമിക്കരുതെന്ന് കരുതി ഒന്നും പുറത്തു പറഞ്ഞില്ല. പറക്കമുറ്റാത്ത സ്വന്തം മകളെ ഓർത്ത് എല്ലാം സഹിച്ചു. ഇങ്ങനെ കുടുംബത്തെക്കുറിച്ച് ചിന്തകളുള്ള, മകളെക്കുറിച്ച് സ്വപ്നങ്ങളുള്ള അതുല്യ സ്വയം ജീവിതം അവസാനിപ്പിക്കുമോ? കൊല്ലം സ്വദേശിനിയായ യുവതിയെ ഷാർജയിലെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് വീട്ടുകാരുടെ പരാതി.
അതുല്യ മരിച്ച് 1 മാസം കഴിഞ്ഞിട്ടും ഭർത്താവ് സതീഷിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയെ മർദ്ദിക്കുന്നതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഭർത്താവ് സതീഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. എന്റെ ദേഹത്ത് നിങ്ങൾ തൊട്ട് കഴിഞ്ഞ ഞാൻ ഇവിടെ ബഹളം വയ്ക്കും. കൊന്ന് കൊല വിളിച്ചിട്ട് ഞാൻ ജയിലിൽ കിടക്കും. ജാമ്യത്തിൽ തുടരുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഈ അന്ന് എന്താണ് സംഭവിച്ചെന്നുള്ളതിന് അവനെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്ത് എന്താണെന്നുള്ളത് പുറത്ത് കൊണ്ടുവരണം. അന്ന് എൻ്റെ മോൾക്ക് എന്താണ് സംഭവിച്ചത്, ഇവൻ അന്ന് അതിക്രൂരമായിട്ട് അവളെ മർദ്ദിച്ചിട്ടുണ്ട്. അതിൻ്റെ വോയിസ് ഞാൻ കേട്ടതാണ്. അതിനുശേഷം എന്താണ് അവൻ കഴുത്ത് മുറുക്കി കൈലി മുറുക്കി കൊന്നതാണോ ശ്വാസം വിട്ടിച്ച് കൊന്നതാണോ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. അത് പോലീസുകാർ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടുപിടിച്ച് അവനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് അത് തെളിയിക്കണം. എന്താണ് നടന്നത്, സത്യം എന്താണെന്നുള്ളത് തെളിയിക്കണം, പുറത്ത് കൊണ്ടുവരണമെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ കൂടുതൽ തെളിവുകളും അതുപോലെ തന്നെ ആരോപണങ്ങളുമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതുല്യയുടെ കുടുംബം മുന്നോട്ട് വെച്ച ആരോപണങ്ങളിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതൊരു ആത്മഹത്യ അല്ല എന്ന് തന്നെയാണ് അവർ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നതും മൊഴി നൽകുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ളൊരു അന്വേഷണം നടക്കണം, ശക്തമായൊരു അന്വേഷണം നടത്തി ഈ നീതി ലഭ്യമാകണം എന്നുള്ള ഒരു ആവശ്യമാണ് അതുല്യയുടെ സഹോദരി അഖില ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു അതുല്യയെ മൃഗീയമായി മർദ്ദിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നത്. സംഭവത്തിൽ ഈ സതീഷിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തും 24 മണിക്കൂറിനുള്ളിലുള്ള പാടുകളുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിലുള്ള 46 ഇഞ്ചുറീസ് ചേച്ചിയുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയെ ഇത്രയും ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം എൻ്റെ ചേച്ചി സഹിച്ചിട്ടുണ്ടാവും. ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഇവരുടെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയിരുന്നു, മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി. അതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകളായിട്ട് ഈ മർദ്ദന ദൃശ്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ ഹാജരാക്കിയത്. പക്ഷേ കോടതി ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കുകയും ചെയ്തു. തുടർന്നാണ് എതിർഭാഗം ഇത് ഈ ദൃശ്യങ്ങളെല്ലാം പഴയതാണ് എന്ന് വാദിച്ചു. ഇതിൽ സംശയം തോന്നിയ കോടതി ഇതിൻ്റെ ഫോറൻസിക് രേഖകളടക്കം ഹാജരാക്കണം എന്ന് കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വീണ്ടും വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോഴും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ ദേഹത്ത് നിങ്ങൾ തൊട്ട് കഴിഞ്ഞ ഞാൻ ഇവിടെ ബഹളം വയ്ക്കും. കൊന്ന് കൊല വിളിച്ചിട്ട് ഞാൻ ജയിലിൽ കിടക്കും. നിലവിൽ സതീഷ് ഇടക്കാല ജാമ്യത്തിൽ തുടരുകയാണ്. സതീഷിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യണം എന്നുള്ള വലിയൊരു ആവശ്യം ഇപ്പോൾ ഈ കോടതിയിലേക്ക് ഇവർ പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ട്. ഭർത്താവുമായി പിണങ്ങി 2 മക്കളെയും കൂട്ടി വീട് വിട്ടിറങ്ങിയ യുവതി. പത്തനംതിട്ട തിരുവല്ലയിലെ റീനയുടെയും കുട്ടികളുടെയും തിരോധാനത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെ ഭർത്താവിൻ്റെ ആത്മഹത്യ. റീനയും ഭർത്താവ് അനീഷ് മാത്യുവും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളാണ് ആ കുടുംബത്തെ വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടത്. എന്നാൽ യുവതിയും മക്കളും കാണാതായ കേസിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെ ഉണ്ടായ അനീഷിൻ്റെ ആത്മഹത്യ പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. ഭാര്യയെയും മക്കളെയും കാണാതായ സംഭവത്തിൽ അനീഷിനെ പോലീസ് മാനസികമായി പീഡിപ്പിച്ചെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. അതിൻ്റെ മനോവിഷമത്തിലാണ് യുവാവ് ജീവനൊടുക്കിയതെന്നും പരാതിയിൽ പറയുന്നു. എന്നാൽ കുടുംബത്തിൻ്റെ ആരോപണം തള്ളിയ പോലീസ് അനീഷ് അന്വേഷണത്തോട് സഹകരിക്കാത്തത് കൊണ്ടാണ് വിളിച്ചു വരുത്തിയതെന്നാണ് വിശദീകരിക്കുന്നത്.
റീനയും മക്കളെയും കാണാതായതിന് പിന്നാലെയാണ് അനീഷ് മാത്യുവിനെ, റീനയുടെ ഭർത്താവ് അനീഷ് മാത്യുവിനെ കവിയൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എന്തായാലും കുടുംബം പ്രധാനമായി ഇത് സംബന്ധിച്ച് ചില പോലീസിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. റീനയും മക്കളെയും കാണാതായതിനു ശേഷം പോലീസ് അനീഷിനെ, ഭർത്താവായ അനീഷിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മാനസികമായി പീഡിപ്പിച്ചു. അതുകൊണ്ടാണ് അനീഷ് ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബം പ്രധാനമായി ഉന്നയിക്കുന്നത്. അതേസമയം പോലീസ് ഇക്കാര്യം പാടെ നിരാകരിക്കുകയാണ്. അത് പറയുന്നത് ചില കാര്യങ്ങൾ റീനയുടെയും മക്കളുടെയും തിരോധാനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വിളിച്ചു ചോദിക്കുക മാത്രമാണ് പുളിക്കീഴ് പോലീസ് ചെയ്തതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും റീനയും മക്കളെയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. റീന കഴിഞ്ഞ ഓഗസ്റ്റ് 17-ാം തീയതിയാണ് റീനയും മക്കളും, 2 മക്കളും വീട്ടിൽ നിന്നും പോകുന്നത്. പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ അനീഷും മാത്യുവും അതുപോലെ തന്നെ റീനയുടെ ഭർത്താവ് അനീഷ് മാത്യുവും റീനയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് നിലവിൽ പല കുടുംബ പ്രശ്നമാണ്. അത് കോടതിയിൽ വരെ എത്തിയിരുന്നു. ആ കേസുകളൊക്കെ ഇരു കുടുംബങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഒന്നിച്ച് താമസിക്കുന്നത്. എന്തായാലും ഇവർ തമ്മിൽ ചില വഴക്കുകൾ, കുടുംബ വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം റീന പോയതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം റീനയെ കണ്ടെത്തിയെങ്കിൽ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. പക്ഷേ റീനയും മക്കളും 2 പേരും പോയതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ ഇവരെ കണ്ടതായുള്ള ചില സൂചനകൾ ഉണ്ട്. പക്ഷേ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അനീഷ് മാത്യുവിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതാണ് അനീഷ് മാത്യു മരിക്കാൻ കാരണമെന്നുള്ള നിലപാടിലാണ് അനീഷ് മാത്യുവിൻ്റെ ബന്ധുക്കൾ ഇപ്പോൾ ഉള്ളത്. എന്തായാലും പോലീസിനെതിരെ അത്ര ഒരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഇക്കാര്യം നിരാകരിക്കുകയാണ്. ഒരു സഹപ്രവർത്തകയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ സ്വാഭാവികമായും നമ്മളൊക്കെ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടല്ലേ. അവരെ ഫോണിൽ വിളിച്ചും നേരിട്ട് സന്ദർശിച്ചും പിന്തുണ അറിയിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്ന യുവതിയെ മാധ്യമപ്രവർത്തകരിൽ ചിലർ സന്ദർശിച്ചത് സ്വാഭാവികമായും അവർക്ക് പിന്തുണ നൽകാനാകാം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണത്തിൽ മാധ്യമപ്രവർത്തകരിലേക്കും പോലീസ് എന്തുകൊണ്ടാണ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്? ഗർഭചിത്രം നടത്തിയ യുവതിയെ രാഹുലിനായി സ്വാധീനിക്കാൻ ശ്രമം നടന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. 3 വനിതാ മാധ്യമപ്രവർത്തകരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അതിനിടെ രാഹുലിനെതിരെ പരാതി നൽകിയ 2 പേരിൽ നിന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് രൂപം നൽകിയ പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമിക തെളിവ് ശേഖരണം നടത്തുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഗർഭചിത്രം നടത്തിയ യുവതിയെ പരാതി നൽകുന്നതിൽ നിന്ന് പിൻവലിപ്പിക്കാൻ ശ്രമിച്ച 3 വനിതാ മാധ്യമപ്രവർത്തകരെ കേന്ദ്രീകരിച്ചുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഈ സൂചനകളുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പണം നൽകി പരാതി നൽകുന്നതിൽ നിന്ന് യുവതിയെ പിൻവലിപ്പിക്കാനുള്ള നീക്കമാണ് 3 പേർ നടത്തിയത് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിലവിലെ കണ്ടെത്തൽ. അത് ആരൊക്കെയാണ് എന്ന് കണ്ടെത്തുന്നതിനായി ഇവരുടെ ഫോൺ കോൾ റെക്കോർഡുകളടക്കം വിശദമായി പരിശോധിക്കും. അതോടൊപ്പം പരാതി നൽകാൻ യുവതി തയ്യാറാകാതിരുന്നത് ഈ വനിതാ മാധ്യമ പ്രവർത്തകരുടെ സ്വാധീനത്തെ തുടർന്നാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണമുണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ വനിതാ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെയൊരു ഇടപെടൽ ഈ വിഷയത്തിൽ നടത്താനിടയായ സാഹചര്യം എന്ത് എന്നതിനെക്കുറിച്ചും അന്വേഷണം നടക്കും. അവിടെ ഏതെങ്കിലും തരത്തിൽ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫോൺ സംഭാഷണത്തിനിടയിലോ അതല്ല എങ്കിൽ ഏതെങ്കിലും സന്ദേശങ്ങൾ കൈമാറുന്നതിനിടയിലോ അങ്ങനെയുള്ള ചാറ്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കുന്നതിനുള്ള നീക്കമായിരിക്കും അന്വേഷണ സംഘം നടത്തുക. അങ്ങനെയെങ്കിൽ ഈ 3 വനിതാ മാധ്യമ പ്രവർത്തകരെ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ സമയം തേടും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സമൂഹത്തിൽ ചൂഷണം നേരിടുന്നവർക്കും നീതി ലഭിക്കാത്തവർക്കും വേണ്ടി പോരാടുന്നവരാണ് മാധ്യമപ്രവർത്തകർ. അങ്ങനെ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലരുടെയും പൊയ്മുഖങ്ങൾ തുറന്നു കാട്ടാറുണ്ട്. ഇങ്ങനെ ഒരു യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്തതിനാണ് മറുനാടൻ മലയാളി യൂട്യൂബ് ചാനലുടമ ഷാജൻ സ്കറിയയ്ക്ക് ആക്രമണം നേരിടേണ്ടി വന്നത്. 3 വർഷം പക മനസ്സിലിട്ട് നടന്നാണ് പ്രതികൾ സംഘം ചേർന്ന് ആക്രമിച്ചതെന്നാണ് ഷാജൻ സ്കറിയ പറയുന്നത്. ഷാജൻ സ്കറിയെ മർദ്ദിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു.
മംഗളൂരുവിൽ നിന്നാണ് 4 പേർ പിടിയിലായത്. തന്നെ കൊല്ലാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നതെന്ന് ഷാജൻ പ്രതികരിച്ചു. ശനിയാഴ്ച വൈകുന്നേരത്തോടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങവേ തൊടുപുഴയിൽ വെച്ചായിരുന്നു ഷാജൻ സ്കറിയയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. വാഹനത്തിനകത്തിരിക്കുന്ന ഷാജൻ സ്കറിയെ സംഘടിച്ചെത്തിയ അക്രമികൾ മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഷാജൻ തടയാൻ ശ്രമിക്കുന്നതും അക്രമികളെ പുറത്തുണ്ടായിരുന്നവരിൽ ചിലർ തടയാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. അയാൾ മാനേജ് ചെയ്തോളൂ. പപ്പടെ മാറണം. ഷാജൻ സ്കറിയയുടെ പിന്നിലുള്ള വാഹനത്തിലുണ്ടായിരുന്നവർ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇതോടെ പ്രതികൾ സംസ്ഥാനം വിട്ടു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അക്രമി സംഘത്തിലെ 4 പേരെ അറസ്റ്റ് ചെയ്തത്. ഷാജൻ സ്കറിയയ്ക്ക് നേരെ ആക്രമണം നടത്തിയ ശേഷം രക്ഷപ്പെട്ട പ്രതികളെ ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് പിടികൂടിയത്. കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന CPM പ്രവർത്തകനാണെന്ന് ഷാജൻ സ്കറിയ പറഞ്ഞു. ഇയാൾ ഉൾപ്പെടുന്ന സംഘത്തെയാണ് അറസ്റ്റ് ചെയ്തത്. മാത്യൂസ് കൊല്ലപ്പള്ളി, ഒരു ഷിയാസ് എന്ന് പറഞ്ഞ 2 പേരും, ഈ 2 പേരെ കൃത്യമായി എനിക്കറിയാം. ഈ 2 പേരുമാണ് ഏറ്റവും കൂടുതൽ. അവരും അവരുടെ ഒരു സംഘവും കൂടെ CPMന്റെ നിർദ്ദേശപ്രകാരം, കാരണം ഇവരുടെ ഒരാൾക്കൂട്ട നിർദ്ദേശമുണ്ട്, അത് സംസ്ഥാന നേതൃത്വം പറഞ്ഞാണെന്ന് എനിക്കറിയില്ല, ഒരുപക്ഷെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ അതുപോലെ അത്തരത്തിൽ പല ആളുകളെയും പലയിടത്തും നിർത്തിയിട്ടുണ്ടെന്നും ഇങ്ങനെ അറ്റാക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ശ്രമമാണ് നടത്തുന്നത്. തന്നെ കൊല്ലാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഉണ്ടായതെന്നും പ്രതികൾക്ക് CPM സംരക്ഷണം നൽകുന്നുണ്ടെന്നും ഷാജൻ ആരോപിച്ചു. ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ ഷാജൻ സ്കറിയ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അയാൾ മാനേജ് ചെയ്തോളൂ. പപ്പടെ മാറണം. ന്യൂസ് 18 തൊടുപുഴ. റോഡിലും പൊതുസ്ഥലത്തും എന്തിനു പറയുന്നു ഭക്ഷണം കഴിക്കാൻ കയറുന്ന ഹോട്ടലിൽ പോലും അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന മലയാളി. ഭക്ഷണം ഓർഡർ ചെയ്താൽ കാത്തിരിക്കാൻ തയ്യാറല്ല. ചോദിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന പ്രവണത. നമ്മുടെ നാട്ടിലെ പല അക്രമ സംഭവങ്ങൾക്കും കാരണം ഇതുപോലുള്ള നിസ്സാര പ്രശ്നങ്ങളാകും. കൊല്ലം ഇരിവിപുരത്ത് ബിരിയാണി കൊടുക്കാത്തതിൻ്റെ പേരിൽ ഹോട്ടൽ ജീവനക്കാരനെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. ബിരിയാണി തീർന്നു പോയെന്ന് പറഞ്ഞതിലുള്ള തർക്കമായിരുന്നു ആക്രമണത്തിന് കാരണം. ഇരിവിപുരത്തിന് സമീപം വഞ്ചിക്കോവിലുള്ള നെല്ലിക്ക ഹോട്ടലിലെ ജീവനക്കാരനായ രാഹുലിനെ ആക്രമിച്ച കേസിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. കാറിലെത്തിയ 2 പേർ കടയുടമയോട് ബിരിയാണി ആവശ്യപ്പെട്ടു. തീർന്നുപോയെന്ന് പറഞ്ഞതിലുള്ള വിരോധത്തിൽ ഇരുവരും അസഭ്യം പറയുകയും കൈയേറ്റ ശ്രമം നടത്തുകയുമായിരുന്നുവെന്ന് കടയുടമ പറയുന്നു. കേസ് കൊടുക്കാനായിട്ട് സ്റ്റേഷനിൽ പോയ സമയത്ത് ഇവർ ഇവിടുന്ന് പോയിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്താണ് പോയി ഒരു 5-6 പേര് ഇവിടെ വന്ന് നമ്മൾ സ്റ്റാഫ് വേന കടയിൽ കയറി ഇവിടെ അടിക്കുകയും ഇവിടുന്ന് അടിച്ചടിച്ച് അകത്ത് കൊണ്ടുപോയി അകത്തിട്ട് മർദ്ദിക്കുകയും ചെയ്തു. പോലീസിൽ പരാതി നൽകാനായി കടയുടമ പോയ സമയം അക്രമികൾ പിന്നെയും എത്തി ജീവനക്കാരനെ മർദ്ദിച്ചു. ജീവനക്കാരനായ രാഹുലിന് തലയ്ക്കും കാലിലും പരിക്കേറ്റതായും FIR-ൽ പറയുന്നു. 4 പേര് വന്നു. 4 പേര് വന്നിട്ട് എൻ്റെ അടുത്ത് വെച്ച് നീയാണോ പിടിച്ച് മാറ്റിയതെന്ന് ചോദിച്ചിട്ട് അടിച്ചു. ഫസ്റ്റ് അടി കൂടെ അടിച്ചു. പിന്നെ ആ സമയത്ത് കൂടെ വന്ന കണ്ണനെന്ന് പറഞ്ഞ ആൾ കയറി വന്നിട്ട് തന്നെ അടിച്ച് കടയ്ക്കകത്ത് കയറ്റി. കൂടെ കിടന്നൊരു മോപ്പിൻ്റെ പൈപ്പ് ഉണ്ടായിരുന്നു, അത് വെച്ച് അടിച്ച്. കസാര വെച്ചടിച്ചു. കാലിലൂടെ ചവിട്ടി. സംഭവത്തിൽ വാളത്തുങ്കൽ സ്വദേശികളായ അച്ചു, കണ്ണൻ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതികളും പരാതിക്കാരും തമ്മിൽ മുൻവിരോധമുണ്ടായിരുന്നതായും പോലീസ് പറയുന്നു. ആക്രമണത്തിന് പിന്നിൽ മറ്റു കാരണങ്ങളുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 കൊല്ലം. കൊച്ചി നഗരത്തിലെ വെലോസിറ്റി ബാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിവാദ കേന്ദ്രമാണ്.
നടി ലക്ഷ്മി മേനോനും സംഘവും ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് ഈ ബാറിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു. വെലോസിറ്റി ബാർ കേന്ദ്രീകരിച്ചുള്ള മറ്റൊരു വാർത്തയിലേക്കാണിനി. ബാറിലെ CCTVയിൽ പെയിൻ്റ് അടിച്ച് നടത്തിയ മോഷണത്തിൻ്റെ അന്വേഷണമെത്തിയത് മുൻ ജീവനക്കാരനിലേക്കാണ്. സിനിമ സ്റ്റൈലിൽ നടന്ന മോഷണത്തിൽ ബാറിലെ മുൻ ജീവനക്കാരൻ വൈശാഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ ആലപ്പുഴയിലെ വീട്ടിൽ നിന്ന് 5 ലക്ഷം രൂപ കണ്ടെടുത്തിട്ടുണ്ട്. നഗരത്തിലെ വെലോസിറ്റി ബാറിലാണ് മോഷണം നടന്നത്. 10 ലക്ഷം രൂപയാണ് ബാറിൽ നിന്നും മുൻ ജീവനക്കാരനായ വൈശാഖ് കവർന്നത്. CCTVയിൽ പെയിന്റ് അടിച്ച ശേഷമായിരുന്നു മോഷണം. ടീഷർട്ടിലുള്ള അടയാളത്തെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് വൈശാഖ് പിടിയിലായത്. കൊച്ചി സെൻട്രൽ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ബാറിലെ ജോലിയിൽ നിന്നും പുറത്താക്കിയതിലുള്ള വൈരാഗ്യമാണ് മോഷണം നടത്താൻ പ്രേരിപ്പിച്ചത് എന്നാണ് വൈശാഖ് പോലീസിനോട് പറഞ്ഞത്. മോഷണം നടന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രതിയെ പിടികൂടാൻ പോലീസിനായി. ഇക്കഴിഞ്ഞ 24-ാം തീയതിയാണ് മോഷണം നടന്നത്. ക്യാഷ് കൗണ്ടറിലെ അലമാര കുത്തി തുറന്നാണ് വൈശാഖ് 10 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ഇതിൽ 5 ലക്ഷം രൂപ വൈശാഖിന്റെ ആലപ്പുഴയിലെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ബാറിനുള്ളിലെ ക്യാമറകളിലെല്ലാം പെയിന്റ് അടിച്ചെങ്കിലും പുറത്തെ ക്യാമറയിലെ ദൃശ്യങ്ങളാണ് പോലീസിന് സഹായകരമായത്. ബാറിലെ CCTVകൾ കൃത്യമായി അറിയാവുന്ന ആളാണ് മോഷണത്തിന് പിന്നിലെന്ന് ആദ്യം തന്നെ പോലീസിന് മനസ്സിലായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയും മോഷണം നടത്താൻ കാരണമാണെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. പോലീസുകാർക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നത് സാധാരണമാണ്. എന്നാൽ അതീവ ഗുരുതരമായൊരു പരാതിയാണ് തിരുവനന്തപുരം വെള്ളറട സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെ ഇപ്പോൾ കേൾക്കുന്നത്. സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ബൈക്ക് യാത്രക്കാരായ സഹോദരങ്ങളെ റോഡിൽ തടയാൻ ശ്രമിച്ച ശേഷം ചൂരൽ കൊണ്ട് അടിച്ചതായി പരാതി. വെള്ളറട സ്റ്റേഷനിലെ മഫ്തിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരാണ് മർദ്ദിച്ചതെന്നാണ് പ്രാഥമിക വിവരം. അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത്. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ശനിയാഴ്ച രാത്രി കാട്ടാക്കടയിലെ തിയേറ്ററിൽ സിനിമ കണ്ട് മടങ്ങുകയായിരുന്ന അമ്പൂരി തൊടിയക്കോണം സ്വദേശി സജുവിനും സഹോദരൻ അനിലിനുമാണ് മർദ്ദനമേറ്റത്. രാത്രി 1:30 ഇവർ വെള്ളറട ജംഗ്ഷനിലെത്തിയപ്പോൾ റോഡിൽ സാധാരണ വേഷത്തിൽ നീളമുള്ള കമ്പുമായി നിൽക്കുന്നവർ ബൈക്കിനു മുന്നിലേക്ക് പാഞ്ഞെത്തി. തുടർന്ന് വടികൊണ്ട് ആഞ്ഞടിക്കുകയായിരുന്നു. ബൈക്ക് ഓടിക്കുകയായിരുന്ന സജുവിന്റെ മുതുകിലും കൈയിലും അടിയേറ്റു. ബൈക്ക് നിയന്ത്രണം വിട്ട് സമീപത്തെ പോസ്റ്റിലിടിക്കാൻ പോകുന്നതും CCTV ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് ജീപ്പോ യൂണിഫോമോ ഒന്നുമില്ലാതെ തടയാൻ ശ്രമിച്ചവർ അക്രമികളായിരിക്കുമെന്ന വിശ്വാസത്തിലാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചതെന്ന് സജു പറയുന്നു. അപായപ്പെടുത്തുന്ന തരത്തിൽ മർദ്ദിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SP ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. അല്ല, ഒരു വടി പോലത്തെ ഒരു സംഭവം വെച്ച് ആഞ്ഞടിക്കരുത്. വണ്ടി വന്നോണ്ടിരിക്കില്ല, ആഞ്ഞടിക്കരുത്. ഇങ്ങനെ സ്ലോ ചെറുതായി ഇങ്ങനെ കാണിച്ചു. പക്ഷെ അവർക്ക് എന്തോ യൂണിഫോം അങ്ങനെ പോലീസൊന്നും അല്ല. അവർ എന്താണെന്ന് അറിഞ്ഞത്, എന്തിനാണ് ഉദ്ദേശം എന്ന് അറിഞ്ഞത്. ഒരു കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ ആഞ്ഞടിക്കരുത്. വണ്ടി വന്നോണ്ടിരുന്ന ആഞ്ഞടിക്കരുത്. അപ്പോൾ കൈ ഞാനാണ് ഓടിച്ച ആൾക്കാണ് അടിയിട്ട്. അത് ഞാനാണ് ഓടിച്ചത്. അപ്പോൾ എനിക്കാണ് കയ്യിൽ അടി കിട്ടിയത്. വണ്ടി പെട്ടെന്ന് കയ്യിൽ നിന്ന് പാളി. അപ്പോൾ വിഴുന്നിരുന്നെങ്കിൽ സ്പോട്ടായിട്ട് തലയൊക്കെ അടിച്ച് വന്നതിന് പറ്റുമായിരുന്നു. ഹെൽമെറ്റൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ, തലയിൽ. അതാണ് സംഭവം. പരാതി വെള്ളറട സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടി പോയി. പോയപ്പോൾ അവർ എന്താ പറയുക, പരാതി എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. കൊടുക്കാൻ വേണ്ടി അപ്പോൾ വേറൊരാൾ പറഞ്ഞ് ഇങ്ങനെ വീഡിയോ എടുത്ത് യൂണിവേഴ്സിറ്റിയിൽ അയച്ചിട്ട്. വെള്ളറട സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഇവിടെ നിന്നതെന്നും രാത്രി വാഹന പരിശോധന നടത്തുകയായിരുന്നുവെന്നുമാണ് സൂചന. സജുവും സഹോദരനും ആശുപത്രിയിൽ ചികിത്സ തേടി. മോട്ടോർ മെക്കാനിക്കാണ് സജു. സഹോദരൻ അനിൽ മരപ്പണിക്കാരനും. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കാമുകനൊപ്പം ജീവിക്കാൻ ഭക്ഷണത്തിൽ വിഷം കലർത്തി ഭർത്താവിനെ കൊലപ്പെടുത്തിയ യുവതി. 2011 എറണാകുളം പറവൂർ സ്വദേശിയായ പോൾ വർഗീസിൻ്റെ കൊലപാതകം കേരളത്തെ ഞെട്ടിച്ച സംഭവമാണ്. ആ കേസിൽ 8 വർഷത്തിന് ശേഷം
പറവൂരിലെ വിചാരണ കോടതി ഭാര്യ സജിതയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചതാണ്. ഈ ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ നൽകിയ യുവതിയുടെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. സജിതയുടെ ജീവപര്യന്തം ശിക്ഷ ശരിവെച്ചാണ് ഹൈക്കോടതി നടപടി. എന്നാൽ രണ്ടാം പ്രതിയായ കാമുകനെ വെറുതെ വിട്ട വിധിയിൽ ഇടപെടാൻ ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ, ജോബി സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് തയ്യാറായില്ല. ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളാണ് നിർണായകമായത്. ഫെബ്രുവരി 22 കാക്കനാട് വീക്കാലാൻഡിന് സമീപമാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. സജിതയ്ക്ക് പാമ്പാടി സ്വദേശിയുമായി ഉണ്ടായിരുന്ന അടുപ്പമാണ് പോൾ വർഗീസിന്റെ കൊലപാതകത്തിന് കാരണമായത്. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് സജിത ഭർത്താവിന് ഉറക്കഗുളികകൾ കലർത്തിയ ഭക്ഷണം നൽകി. പിന്നീട് കഴുത്തിൽ തോർത്തിട്ട് മുറുക്കിയും തലയണ ഉപയോഗിച്ച് മുഖത്തമർത്തിയും പോളിനെ കൊലപ്പെടുത്തി. മരിച്ചുവെന്ന് ഉറപ്പായ ശേഷം സജിത ബന്ധുക്കളെ വിളിച്ച് ഭർത്താവ് തൂങ്ങി മരിച്ചുവെന്ന് പറഞ്ഞു. സമീപവാസികളുടെ സഹായത്തോടെ മൃതദേഹം ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങി മരണമല്ലെന്ന് വ്യക്തമായതോടെയാണ് സജിത കുടുങ്ങിയത്. സജിതയും കാമുകനും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളും ഇരുവരുടെയും പരസ്പര വിരുദ്ധമായ മൊഴികളും പ്രതിക്ക് കുരുക്ക് മുറുക്കി. കൊലപാതകം നടക്കുന്ന സമയത്ത് സജിതയുടെ 4ഉം 8ഉം വയസ്സുള്ള മക്കളും വീട്ടിലുണ്ടായിരുന്നു. തൃക്കാക്കര CI ആയിരുന്ന ബൈജു പൗലോസാണ് കേസ് അന്വേഷണം നടത്തിയത്. നാളുകൾ നീണ്ട വിചാരണക്കൊടുവിൽ 2019 ഫെബ്രുവരിയിലാണ് പ്രതി സജിതയ്ക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. കാമുകനെ പ്രതി ചേർത്തിരുന്നെങ്കിലും സാഹചര്യ തെളിവുകളുടെ അഭാവത്തിൽ അയാളെ വെറുതെ വിട്ടു. വിചാരണ കോടതിയുടെ നടപടിക്കെതിരെയാണ് പ്രതി സജിത ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ കാമുകനുമായി ചേർന്ന് ഭർത്താവിനെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ അപ്പീൽ തള്ളിയാണ് ജീവപര്യന്തം ശിക്ഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചത്. സാഹചര്യ തെളിവുകൾ കണക്കിലെടുത്ത കോടതി താൻ നിരപരാധിയാണെന്നുള്ള ഭാര്യയുടെ വാദം അംഗീകരിച്ചില്ല. ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകൾ നിരത്തിയ പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. രണ്ടാം പ്രതിയായ കാമുകനെ വെറുതെ വിട്ട സെഷൻസ് കോടതി വിധിയിൽ ഇടപെടാൻ ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ, ജോബി സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് തയ്യാറായില്ല. പ്രോസിക്യൂഷന് വേണ്ടി സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് TR രഞ്ജിത്താണ് ഹാജരായത്. ന്യൂസ് 18 കൊച്ചി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും വ്യവസായികളുടെയും എല്ലാം അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തി വ്യാജ FB പ്രൊഫൈലുകൾ നിർമ്മിച്ച് തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ ഇപ്പോൾ സജീവമാണ്. ഇതുപോലെ കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ പേരിലും വ്യാജ പ്രൊഫൈൽ നിർമ്മിച്ച് പണം തട്ടാൻ ശ്രമമുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥൻ്റെ യൂണിഫോമിലുള്ള പ്രൊഫൈൽ ചിത്രം ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പിന് ശ്രമം. സംഭവത്തിൽ കൊട്ടാരക്കര സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആർക്കും പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. എന്നാൽ സമാനമായ രീതിയിൽ ഇവർ കൂടുതൽ പേരെ കബളിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. യൂണിഫോമിലുള്ള TK വിഷ്ണുപ്രദീപ് IPSന്റെ പ്രൊഫൈൽ ചിത്രം ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചത്. വാട്സപ്പ് നമ്പറിൽ നിന്ന് കൊല്ലം റൂറൽ പോലീസിലെ ഒട്ടേറെ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ ആഴ്ച സന്ദേശങ്ങൾ ലഭിച്ചു. അടിയന്തര ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് തട്ടിപ്പുകാരൻ പോലീസ് ഉദ്യോഗസ്ഥരുമായി ചാറ്റ് ചെയ്യുകയും 40,000 രൂപ ആവശ്യപ്പെടുകയുമായിരുന്നു. തട്ടിപ്പ് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ മുതിർന്ന ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. കൊല്ലം റൂറൽ സൈബർ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ന്യൂഡൽഹിയിലെ സോൺ ഗേറ്റിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തട്ടിപ്പുകാരൻ പണം ആവശ്യപ്പെട്ടതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. മറ്റ് തട്ടിപ്പ് കേസുകളുമായി ബന്ധമുണ്ടോ എന്ന് വിശദമായി പോലീസ് പരിശോധിച്ചു വരികയാണ്. ആശയവിനിമയ ഉപകരണം ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയ കുറ്റത്തിലാണ് കേസെടുത്തിരിക്കുന്നത്.
പണം ആവശ്യപ്പെട്ട വ്യാജ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണം ഊർജിതമാക്കിയതായും റൂറൽ പോലീസ് മേധാവി അറിയിച്ചു. സംസ്ഥാനത്തുടനീളം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമാനമായ സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ബോധവാന്മാരായിരുന്നതിനാലാണ് പണം നഷ്ടമാകരുതെന്നും പോലീസ് മേധാവി അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. പണം നൽകി യാത്ര നടത്തിയ മുഴുവൻ പേരെയും പെരുമഴയത്ത് പാതി വഴിയിൽ ഇറക്കിവിട്ട് ബസ് ജീവനക്കാരുടെ ക്രൂരത. മലപ്പുറം തിരൂർ റൂട്ടിലോടുന്ന നീനു സ്റ്റാർ എന്ന ബസ്സിലെ ജീവനക്കാരാണ് യാത്രക്കാരെ മഴയത്തിറക്കിവിട്ടത്. വൈലത്തൂർ ജംഗ്ഷനിൽ ബ്ലോക്ക് ഉണ്ടെന്നാണ് ഇതിന് കാരണമായി ഇവർ പറഞ്ഞത്. ബസ്സിന് യാതൊരു സാങ്കേതിക തകരാറും ഉണ്ടായിരുന്നില്ല എന്ന് പരാതിക്കാർ ആരോപിക്കുന്നു. ഇതിനെതിരെ പ്രതികരിച്ച യാത്രക്കാരെ ബസ് ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. സംഭവത്തിൽ ഭിന്നശേഷിക്കാരിയായ കുട്ടിയുടെ പിതാവ് മുഖ്യമന്ത്രിക്കും മോട്ടോർ വാഹന വകുപ്പിനും പരാതി നൽകി. ഈ ബസ്സിലുള്ള മുഴുവൻ യാത്രക്കാരെ വരെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ട് എന്റെ കുട്ടീനെയും ഇത് ഏതാ സ്ഥലം എന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. മലപ്പുറത്ത് നിന്ന് കയറിയ ബസ്സാ. എന്റെ ഭാര്യയും ഞങ്ങൾ 3 ആളിനെ ഇവിടുന്ന് ഈ മലപ്പുറം കോട്ടപ്പടിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് വാങ്ങി ഉളുപ്പില്ലാണ്ട് വാങ്ങിച്ചു വെച്ചിട്ട് പൈസ മേടിച്ചു വെച്ചിട്ട് ഇവിടെ ഇറക്കി വിടുകയാണ്. തിരൂര് കൊണ്ട് ഇറക്കാതെ ഈ സ്ഥലം കണ്ടെങ്കിലും മഴയത്ത്. കഴിഞ്ഞ 28 വൈകിട്ട് 5 ആയിരുന്നു സംഭവം. മലപ്പുറത്ത് നിന്ന് തിരൂരിലേക്ക് പോവുകയായിരുന്ന നിനു സ്റ്റാർ ബസ്സാണ് യാത്രക്കാരെ പാതി വഴിയിൽ ഇറക്കിവിട്ടത്. ഇതിനെതിരെ പ്രതികരിച്ച യാത്രക്കാരെ ഭീഷണി മുഴക്കിയാണ് ഇവർ ഇറക്കിയതെന്ന് യാത്രക്കാരനായ തൃപ്പങ്ങോട് സ്വദേശിയായ എസ് രാഹുൽ പറയുന്നു. ഭിന്നശേഷിക്കാരിയായ മകളെയടക്കം മഴയത്ത് പെരുവഴിയിൽ ഇറക്കേണ്ടി വന്നു എന്നും മകളുടെ ശ്രവണ സഹായ ഉപകരണത്തിന് മഴ നനഞ്ഞ് കേടുവന്നുവെന്നും രാഹുൽ പരാതിയിൽ പറയുന്നു. ബസ് ജീവനക്കാർക്കെതിരെ മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും കളക്ടർക്കും മോട്ടോർ വാഹന വകുപ്പിനുമാണ് രാഹുൽ പരാതി നൽകിയത്. പണം നൽകിയതിനാലും ബസ്സിന് മറ്റ് സാങ്കേതിക തകരാറില്ലാത്തതിനാലും തിരൂരിലെത്തിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ഇതോടെ ഇവർക്കെതിരെ ബസ് ജീവനക്കാർ ഭീഷണി മുഴക്കിയെത്തുകയായിരുന്നു. കോട്ടയ്ക്കൽ ചങ്കുവെട്ടിയിൽ മറ്റ് യാത്രക്കാരെ നിർബന്ധിച്ച് ഇറക്കിവിട്ടെങ്കിലും രാഹുലും കുടുംബവും ഇറങ്ങിയിരുന്നില്ല. തുടർന്ന് എടരിക്കോട് ജംഗ്ഷനിലെത്തിച്ച ബസ് അവിടെ നിർത്തിയിട്ട് ഭീഷണി തുടരുകയും ബസ് എടുക്കാതിരിക്കുകയും ചെയ്തതോടെ ഇവർക്ക് ഇറങ്ങേണ്ടി വന്നു. പെരുമഴയത്താണ് ഇവരടക്കമുള്ള എല്ലാ യാത്രക്കാരെയും ഇറക്കിവിട്ടത്. നാട്ടുകാരിൽ ചിലർ പ്രശ്നത്തിൽ ഇടപെട്ടതോടെ രാഹുലിനും കുടുംബത്തിനും തിരൂരിലെത്താൻ ഓട്ടോറിക്ഷ വിളിച്ചു നൽകാമെന്നായി. എന്നാൽ മറ്റ് യാത്രക്കാരെ മുഴുവൻ റോഡിൽ ഇറക്കി വിട്ടതിനാൽ ഇവർ ഇതിന് കൂട്ടാക്കിയില്ല. ഈ ബസ് പറ്റൂല്ലെങ്കിൽ പിന്നെ സർവീസിന് നടത്തരുത്. ഇയാളാണ് കണ്ടക്ടർ. പറ്റൂല്ലെങ്കിൽ സർവീസ് നടത്തരുത്. ഞങ്ങൾക്ക് സൗകര്യമില്ല. 5 അവസരം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്കറിയാൻ പോവാ 5 അവസരം വേണ്ട. ഇവിടെ ഇറക്കി വിട്ടിട്ട് ഇപ്പൊ ഓട്ടോറിന് പൈസ കൊടുക്കാൻ ഞങ്ങൾക്കറിയാം ഓട്ടോറിന് പോവാ. അതേസമയം വൈലത്തൂരിലെ ബ്ലോക്ക് പ്രശ്നമാക്കാതെ മലപ്പുറത്തു നിന്നുള്ള 2 ബസ്സുകൾ ഇതുവഴി കടന്നുപോയിരുന്നു. ബസ്സിലെ കണ്ടക്ടറുടെ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്നും ബസ്സിന്റെ പെർമിറ്റിനെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് രാഹുൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഈ ബസ് പറ്റൂല്ലെങ്കിൽ പിന്നെ സർവീസിന് നടത്തരുത്. ഇയാളാണ് കണ്ടക്ടർ. പറ്റൂല്ലെങ്കിൽ സർവീസ് നടത്തരുത്. ഞങ്ങൾക്ക് സൗകര്യമില്ല. 5 അവസരം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്കറിയാം. ന്യൂസ് 18 മലപ്പുറം. നമ്മളൊരു വിനോദസഞ്ചാരത്തിന് പോകുമ്പോൾ യാത്രക്കിടെയോ ഒരു ഹോട്ടലിൽ വെച്ചോ അപരിചിതരായ വ്യക്തികളുമായി ചിലപ്പോൾ സൗഹൃദത്തിനാകാറുണ്ടല്ലേ. എന്നാൽ ഇങ്ങനെ ഒരു നിമിഷം കൊണ്ട് ചങ്ങാത്തം കൂടാൻ വരുന്നവരെ പൂർണ്ണമായും വിശ്വസിച്ചാലുള്ള അപകടത്തെക്കുറിച്ച് കൂടി തിരിച്ചറിയണം. ഡിണ്ടുകളിൽ നിന്ന് മൂന്നാറിലെത്തിയ വിനോദസഞ്ചാരി റിസോർട്ടിൽ മറ്റൊരു മുറിയിൽ താമസിച്ചിരുന്ന ആളുമായി സൗഹൃദത്തിലായതാണ്. ഒടുവിൽ അയാളെ കൊള്ളയടിച്ചാണ് രാജസ്ഥാൻ സ്വദേശിയായ കള്ളൻ സ്ഥലം വിട്ടത്. ഇങ്ങനെ വിനോദസഞ്ചാരത്തിനെന്ന പേരിൽ മുറിയെടുത്ത് മോഷണം നടത്തിയ കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മോഷ്ടിച്ച തുക ഇയാൾ ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിച്ചുവെന്നാണ് വിവരം. രാജസ്ഥാൻ കോട്ട സ്വദേശിയായ അജയ് രവീന്ദ്രനാണ് പിടിയിലായത്.
തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്നാണ് ഇയാളെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച രാവിലെയാണ് പള്ളിവാസൽ മൂലക്കടയിലുള്ള റിസോർട്ടിൽ താമസിച്ചിരുന്ന ഡിണ്ടിഗൽ സ്വദേശി ജാഫർ സിദ്ദിഖിന്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന ലാപ്ടോപ്പ്, ഐഫോൺ, ATM കാർഡുകൾ, വില കൂടിയ വാച്ച് എന്നിവ മോഷണം പോയത്. പുറത്തുപോയി മടങ്ങിയെത്തിയപ്പോഴാണ് ഇയാൾ മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് പോലീസിൽ പരാതി നൽകി. മൊബൈൽ ഫോണും CCTVയും കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രതിയെ കുടുക്കിയത്. മോഷണശേഷം കടന്നുകളഞ്ഞ പ്രതി ATM കാർഡുകൾ ഉപയോഗിച്ച് 1,81,000 രൂപ പിൻവലിച്ചിരുന്നു. റിസോർട്ടിൽ സമീപത്തെ മുറിയിൽ താമസിച്ചിരുന്ന ഡിണ്ടിഗൽ സ്വദേശിയുമായി പ്രതി ചങ്ങാത്തം കൂടുകയും ATM പിൻ നമ്പർ അടക്കം മനസ്സിലാക്കി വയ്ക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇയാൾ പുറത്തുപോയ സമയം പൂട്ട് തകർത്ത് അകത്ത് കയറിയ പ്രതി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ മോഷ്ടിച്ച് തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. 6 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ജാഫർ സിദ്ദിഖിനുണ്ടായത്. മോഷ്ടിച്ച തുക പ്രതി ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിച്ചതായാണ് വിവരം. ന്യൂസ് 18 ഇടുക്കി. നമ്മുടെ വീടുകളിൽ മോഷണം നടന്നാൽ ഇക്കാലത്ത് ആദ്യം സംശയിക്കുന്നത് വീടുമായി അടുപ്പമുള്ളവരെയാകും. അതല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളിലേക്കും സ്ഥിരം കവർച്ചാ സംഘങ്ങളിലേക്കും അന്വേഷണം നീങ്ങാം. എന്നാൽ കണ്ണൂർ പയ്യന്നൂരിലെ വീട്ടിൽ നിന്ന് സ്വർണ്ണമാല മോഷ്ടിച്ച കേസിൽ കള്ളൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സഹോദരിയുടെ സ്വർണ്ണമാല മോഷ്ടിച്ചെന്ന പരാതിയിൽ സഹോദരനും സുഹൃത്തും പിടിയിലായി. പയ്യന്നൂർ രാമന്തളിയിലെ M. സജ്നയുടെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 4.25 പവൻ തൂക്കമുള്ള സ്വർണ്ണമാലയാണ് മോഷണം പോയത്. യുവതിയുടെ പരാതിയിൽ പയ്യന്നൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സഹോദരനും സഹോദരന്റെ സുഹൃത്തും പിടിയിലായി. സജ്നയുടെ സഹോദരൻ സജീവും സുഹൃത്ത് രാഗേന്ദുമാണ് പോലീസിന്റെ പിടിയിലായത്. ഓഗസ്റ്റ് 26-നും 31-നും ഇടയിൽ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 3.5 ലക്ഷം രൂപ വരുന്ന സ്വർണ്ണമാല കാണാതായെന്നായിരുന്നു യുവതിയുടെ പരാതി. പ്രാഥമിക പരിശോധനയിൽ തന്നെ മോഷ്ടാവ് പുറത്തുനിന്നുള്ള ആളല്ലെന്ന് പോലീസിന് സംശയം തോന്നിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സഹോദരനെയും സുഹൃത്തിനെയും പയ്യന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് 18 കണ്ണൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് ജില്ലാ കളക്ടറേറ്റിൽ വനിതാ ജീവനക്കാരിയോട് ജൂനിയർ സൂപ്രണ്ട് അപമര്യാദയായി പെരുമാറിയതായി പരാതി. ഈ മാസം 28-ന് ഓണാഘോഷ പരിപാടികൾക്കിടയിൽ കയറിപ്പിടിച്ചെന്ന പരാതിയിൽ ADM ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടു. തിരുവനന്തപുരം ബാലരാമപുരത്ത് അനധികൃത മദ്യശേഖരം പിടിച്ചു. ഇടുവയിൽ സാബു എന്ന് വിളിക്കുന്ന ബ്രിജേഷിന്റെ വീട്ടിൽ നിന്ന് എക്സൈസ് പിടികൂടിയത് 105 കുപ്പി വിദേശ മദ്യം. ബംഗളൂരുവിൽ ലിവിൻ പങ്കാളിയായിരുന്ന യുവതിയെ ടാക്സി ഡ്രൈവർ നടു റോഡിലിട്ട് തീ കൊളുത്തി കൊന്നു. 35-കാരിയായ വനജാക്ഷിയെ കൊലപ്പെടുത്തിയ പ്രതി വിദാൽ അറസ്റ്റിൽ. മലയാളിയുടെ ഒരു പൊതു സ്വഭാവമുണ്ട്. പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വലിയ ആളാണെന്ന ചിന്തയിൽ മറ്റുള്ളവരെ പരസ്യമായി അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യും. സ്വന്തം സുഹൃത്തുക്കളെയും പങ്കാളിയെയും പോലും ഇങ്ങനെ തമാശയുടെ പേരിൽ പരിഹസിക്കുന്നവരുണ്ട്. നമുക്കൊരാളെ വിമർശിക്കാനും തിരുത്താനും അവകാശമുണ്ടായിരിക്കാം എന്നു കരുതി ഇങ്ങനെ പരസ്യമായുള്ള ശകാരം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാറ്റം അവരിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? അത് വിപരീത ഫലമേ ഉണ്ടാക്കൂ. മാത്രമല്ല, വിമർശിക്കുന്ന ആളുകളോട് മനസ്സിൽ പകയും വിദ്വേഷവും വളരാനും അത് പ്രതികാര ചിന്തയിലേക്ക് മാറാനും സാധ്യതയുണ്ട്. ഒരു സുഹൃത്തിനെ രഹസ്യമായി, അതായത് അയാൾ തനിച്ചിരിക്കുമ്പോൾ വിമർശിക്കുകയും പരസ്യമായി ഒരാളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നതാണ് നല്ല വ്യക്തിത്വമുള്ള മനുഷ്യരുടെ രീതി. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.